പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ദ ഗ്രേറ്റ് ഗാലി എന്ന് പറയുന്ന എക്കാലത്തെയും മികച്ച WWE താരത്തെ സംബന്ധിച്ചാണ്. 2 ദിവസം മുൻപ് ഗാലി കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ WWEയിലേക്കുള്ള തിരിച്ചറിവിനോട് വളരെ പോസിറ്റീവായിട്ടാണ് ഗാലി സംസാരിച്ചത്. ഒരു റിട്ടേണിൻ്റെ ഒരു സാധ്യത നമ്മൾ കാണുന്നില്ലെങ്കിലും ദ ഗ്രേറ്റ് ഗാലി ഇൻ്റർവ്യൂവിൽ വെച്ച് പറഞ്ഞ അഭിപ്രായങ്ങൾ, അതിലെ കുറച്ച് പോയിന്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇനി അദ്ദേഹം ഒരു തിരിച്ചറിവ് നടത്തുകയാണെങ്കിൽ അത് ഒന്നെങ്കിൽ റോക്കുമായിട്ടോ അല്ലെങ്കിൽ ബ്രോക്ക് ലെസ്നറുമായിട്ടോ റിംഗ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണമെന്നത് ഗ്രേറ്റ് ഗാലി പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു മാച്ച് വേണം എന്നൊന്നുമല്ല അദ്ദേഹം ആഗ്രഹിക്കുന്നത്, ഇവരുമായിട്ട് റിംഗ് ഷെയർ ചെയ്യാനുള്ള ഒരു മൊമെൻറ്റ് കിട്ടിയാൽ അത് ഗംഭീരമായേക്കും എന്നുള്ളതും ഗ്രേറ്റ് ഗാലി പറയുന്നുണ്ട്. കൂടാതെ ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പ് സ്റ്റോറി ലൈനിൽ ഒരു റെസ്ലറായിട്ട് വേണമെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിലില്ല. ഒരു മാനേജറായിട്ട് പോലും അദ്ദേഹം വരാൻ തയ്യാറാണെന്നുള്ളത് ഗ്രേറ്റ് ഗാലി പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പ് സ്റ്റോറി ലൈനിലേക്കും തന്നെ പരിഗണിച്ചാൽ, ഒരു മാനേജറായിട്ടൊക്കെ തന്നെ കൊണ്ടുവന്നാൽ, ഒരു സ്പെഷ്യൽ അപ്പിയറൻസ് ഒക്കെ തന്നാൽ ഞാനത് കൈ നീട്ടി സ്വീകരിക്കുമെന്നുള്ളതും ഗ്രേറ്റ് ഗാലി വെളിപ്പെടുത്തുകയുണ്ടായി. ഇതേ ഇൻ്റർവ്യൂവിൽ വെച്ച് ഇൻ്റർവ്യൂവർ ചോദിച്ച മറ്റൊരു ചോദ്യമാണ്, WWE ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത് AEW ആണ്. അപ്പോൾ AEW ഡെബ്യൂ ചെയ്യാനുള്ള ഒരു അവസരം മുന്നോട്ടേക്ക് വെച്ചാൽ അത് സ്വീകരിക്കുമോ എന്നുള്ളത് ഗ്രേറ്റ് ഗാലി ആ ഒരു ചോദ്യത്തിൻ്റെ മറുപടി അപ്പാടെ തള്ളിക്കളയുന്ന രീതിയിലാണ് കൊടുത്തത്. അതായത് AEWയിലേക്ക് പോകില്ല എന്ന് മാത്രമല്ല, തന്നെ സ്റ്റാറാക്കി മാറ്റിയത് WWE ആണ്. ഇനി താനൊരു റിങ്ങിലേക്ക് കയറുന്നുണ്ടെങ്കിൽ അത് WWE ആരാധകർക്ക് വേണ്ടി മാത്രമായിരിക്കും എന്നുള്ളതും ഗ്രേറ്റ് ഗാലി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രേറ്റ് ഗാലിയുടെ ഒരു റിങ്ങിലേക്കുള്ള റിട്ടേൺ ഒന്നും നമ്മൾ WWE വേണ്ടി പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഒരു സ്പെഷ്യൽ അപ്പിയറൻസ് ഒക്കെ താരത്തിൻ്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചാൽ അതൊരു നൊസ്റ്റാൾജിയ ഫാക്ടറാണ്. അത്തരത്തിലുള്ള ഒരു അപ്പിയറൻസ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം ഈ ഹോൾ ഓഫ് ഫെയിമറിനെ സംബന്ധിച്ചുള്ളത് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റ്, റസൽമേനിയ 42ലേക്ക് ഒരു പുതിയ മത്സരം വരുന്നതിൻ്റെ ഏകദേശം വാർത്തകൾ ശരിയാകുന്ന രീതിയിൽ നമുക്കൊരു അപ്ഡേറ്റ് കൂടി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇഞ്ചുറി മൂലം മാറി നിൽക്കുന്ന ബ്രോൺ ബ്രേക്കർ എന്ന് പറയുന്ന യുവതാരം ദ വിഷൻ ടീമിൻ്റെ ഇടക്കാലത്ത് വന്ന ഒരു ലീഡർ, അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചറിവിൻ്റെ സൂചനകളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. റസൽമേനിയ 42ൽ ബ്രോൺ ബ്രേക്കറിന് മത്സരങ്ങൾ ഉണ്ടായിരിക്കുമെന്നുള്ള ഒരു അപ്ഡേറ്റ് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. 2 ദിവസം മുൻപ് ബ്രോൺ ബ്രേക്കറിൻ്റെ റസൽമേനിയ 42ലെ മാച്ച് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട് എന്ന രീതിയിൽ റസൽ വേർഡ്സ് അവരുടെ ഒരു റിപ്പോർട്ട് അവരുടെ പോഡ്കാസ്റ്റിൽ പുറത്തേക്ക് വിട്ടു. ഇന്ന് രാവിലെ PW ഇൻസൈഡറിലെ റിപ്പോർട്ടർ പങ്കുവെക്കുന്നത് അനുസരിച്ചാണെങ്കിൽ അദ്ദേഹം അടുത്ത ആഴ്ച പെർഫോമൻസ് സെൻറ്ററിലേക്ക് ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ടെന്നാണ് അവർ റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ റസൽമേനിയ 42ൽ ബ്രോൺ ബ്രേക്കർ റിങ്ങിലേക്ക് ഇറങ്ങുമെന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എതിരാളി ആരായിരിക്കും എന്നുള്ള ഒരു സംശയമൊന്നും നമുക്ക് ഇല്ല. അത് സാക്ഷാൽ ദ വിഷൻ ടീമിൻ്റെ ലീഡറായിരുന്ന മുൻ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായിരുന്ന സെത്ത് റോളിൻസ് തന്നെയായിരിക്കും എന്നുള്ളത് ഓൾമോസ്റ്റ് ഉറപ്പാണ്. അപ്പോൾ ബ്രോൺ ബ്രേക്കറിൻ്റെ റിട്ടേൺ നടത്താൻ സാധിക്കുന്ന ഏറ്റവും വലിയൊരു പോയിന്റ് എന്ന് പറയുന്നത്, കുറേയധികം മുഖംമൂടികൾക്ക് ഇടയിലൂടെയാണല്ലോ ഇപ്പോൾ സെത്ത് റോളിൻസ് അദ്ദേഹത്തിൻ്റെ റോയിലേക്കുള്ള ഒരു വരവ് കാണിക്കുന്നത്. ഈ മുഖംമൂടികൾക്ക് ഇടയിലൂടെയുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെ ബ്രോൺ ബ്രേക്കർ വന്നിട്ട് സെത്ത് റോളിൻസിനെ സ്പിയർ ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു റിട്ടേൺ കാണിക്കുകയാണെങ്കിൽ അത് ഗംഭീരമായേക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. അത്തരത്തിൽ തന്നെയായിരിക്കും മിക്കവാറും ചെയ്യാൻ പോകുന്നത്. അത്തരത്തിലുള്ള ഒരു സെഗ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു മൊമെൻറ്റോ മതി റസൽമേനിയ 42ൽ ബ്രോൺ ബ്രേക്കർ വേഴ്സസ് സെത്ത് റോളിൻസ് തമ്മിലുള്ള ഒരു മത്സരം അവർക്ക് കൺഫേം ചെയ്യാൻ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മൊമെൻറ്റ് അടുത്ത ആഴ്ചത്തെ റോയിലോ അല്ലെങ്കിൽ അതിനുശേഷമുള്ള റോയിലോ റസൽമേനിയ 42ന് മുൻപ് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പോസിറ്റീവായിട്ടുള്ള ഒരു അപ്ഡേറ്റ്സ് തന്നെയാണ് റസൽമേനിയ 42നെ സംബന്ധിച്ച്, ഈ മത്സരത്തെ സംബന്ധിച്ചും ബ്രോൺ ബ്രേക്കറിനെ സംബന്ധിച്ചും നമുക്ക് ലഭിക്കുന്നത്. സെത്ത് വേഴ്സസ് ബ്രേക്കർ തമ്മിലുള്ള മത്സരം നടക്കുമ്പോൾ അതിൽ ആർക്കാണ് വിജയസാധ്യത കൂടുതൽ? നിങ്ങളുടെ പ്രഡിക്ഷൻസും കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. WWE ചരിത്രത്തിലെ നമ്പർ 1 മാച്ച് റസൽമേനിയ 40ൽ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻഷിപ്പിന് വേണ്ടി റോമൻ റീൻസ് വേഴ്സസ് കോഡി റോഡ്സ് തമ്മിൽ നടന്ന മത്സരമാണെന്നുള്ളത് കേജ് മാച്ച് എന്ന് പറയുന്ന വെബ്സൈറ്റ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഈ ഒരു വെബ്സൈറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പ്രൊഫഷണൽ റെസ്ലിംഗ് ഇൻഡസ്ട്രിയിലെ എല്ലാ ഇവൻറ്റ്സുകളെ സംബന്ധിച്ചുമുള്ള ഒരു സ്റ്റാർ റേറ്റിംഗ് അവർ പുറത്തേക്ക് വിടും. അതായത് വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുന്നത്. അപ്പോൾ അതിലെ വേസ്റ്റ് മാച്ച്, ഗുഡ് മാച്ച് ഏതൊക്കെയാണെന്ന് നമുക്ക് ആ ഒരു സ്റ്റാർ റേറ്റിംഗ് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും. അത് മാച്ചുകളുടെ കാര്യത്തിൽ മാത്രമല്ല, ഷോസിൻ്റെ കാര്യത്തിലും ഇവർ ഇത്തരത്തിലുള്ള റേറ്റിംഗ്സ് പുറത്തേക്ക് വിടാറുണ്ട്. അപ്പോൾ ഈ ഒരു റേറ്റിംഗിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ WWE ചരിത്രത്തിലെ നമ്പർ 1 മാച്ചായിട്ട് ഈ റസൽമേനിയ 40ലെ മെയിൻ ഇവൻറ്റ് മാറിയിരിക്കുകയാണ്. 9.23 ഒരു റേറ്റിംഗ് ആണ്, ഒരു സ്റ്റാർ റേറ്റിംഗ് ആണ് ആ ഒരു മാച്ചിന് ലഭിച്ചിരിക്കുന്നത്. ഇത് റോമൻ റീൻസിൻ്റെ മത്സരം എന്നുള്ളതിൽ ഉപരി കൃത്യമായ സ്റ്റോറി ലൈന്, കൃത്യമായിട്ടുള്ള ഒരു എൻഡിങ് കൊടുത്ത
ഒരു മത്സരം കൂടിയാണ് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. കോഡി റോഡ്സിൻ്റെ ഫിനിഷ് ദ സ്റ്റോറി എന്ന് പറയുന്ന ആ ഒരു ടാഗ് ലൈനിൽ വന്ന ഒരു മെഗാ സ്റ്റോറി, അതിന് കൃത്യമായിട്ടുള്ള ഒരു എൻഡിങ്, കൂടാതെ സാക്ഷാൽ റോക്ക്, ജോൺ സിന, അണ്ടർടേക്കർ തുടങ്ങിയവരുടെയൊക്കെ ഇൻവോൾവ്മെൻറ്റ് കാണാൻ സാധിച്ച മത്സരം. അങ്ങനെ സ്റ്റോറി ലൈൻ കൊണ്ട് വലിയ പ്രാധാന്യവും സ്റ്റാർ പവർ കൊണ്ട് വലിയൊരു അപ്രമാദിത്വവും നമുക്ക് കാണാൻ സാധിച്ച ഒരു മത്സരം കൂടിയായിരുന്നു റസൽമേനിയ 40 ദ ബ്ലഡ് ലൈൻ എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റോറി എൻഡിങ് കൊടുക്കാൻ സാധിച്ച ഒരു മത്സരം കൂടിയായിരുന്നു അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 9.23 എന്ന സ്റ്റാർ റേറ്റിംഗ് ലഭിച്ച് ഇത് നമ്പർ 1 എന്നുള്ള രീതിയിലേക്ക് വന്നത് WWE ചരിത്രത്തിലെ കേജ് മാച്ചിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും മികച്ചൊരു മാച്ച് എന്നുള്ള രീതിയിലേക്ക് വന്നതിൽ ഒരു അത്ഭുതമുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല, ഒരു അട്ടിമറിയുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അത്രയും മികച്ചൊരു സ്റ്റോറിയും മത്സരമായിരുന്നു റസൽമേനിയ 40 നമുക്ക് കാണാൻ സാധിച്ചത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണുന്നത് വരെ ബൈ.